നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ലോഗിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ലോഗിന് വേണ്ടിയുള്ള ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ഈ ലോഗിൻ ഫോം വരെ നമുക്ക് വേണമെങ്കിൽ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ ടെംപ്ലേറ്റിൽ തന്നെ യൂസ് ചെയ്തൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ഓത്തർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ URL ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്കൊരു ലോഗിന് വേണ്ടിയുള്ളതും അതിൻ്റെ ഫോർഗെറ്റ് പാസ്വേഡ്, റീസെറ്റ് പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള മെത്തേഡുകൾ തന്നെ ജാങ്കോയിലുണ്ട്. നിങ്ങളത് വേണമെങ്കിൽ പിന്നീട് ട്രൈ ചെയ്ത് നോക്കിയോ. എല്ലാം കുറേ റിസോഴ്സസ് ഉണ്ട് ഈ ജാങ്കോയുടെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഞാനിപ്പം create.html കോപ്പി പേസ്റ്റ് ചെയ്തു. അതിനകത്ത് ആകെ മാറ്റിയത് അതിൻ്റെ നെയിം മാത്രം മാറ്റി, ഹോം ടൈറ്റിൽ മാറ്റി. ഇവിടെ നമുക്ക് ടോപ്പിലത്തെ മെനു കാണിക്കുന്നില്ല, മെനുവിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ലോഗിൻ മാത്രം മതി. യൂസർ നെയിമും പാസ്വേഡ് ലോഗിൻ. ഓക്കെ, ന്യൂ യൂസർ ക്രിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞ എറർ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ കിടപ്പുണ്ട്. ഞാൻ അതെടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, ലോഗിൻ ചെയ്യുന്നു. യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു വരുന്നു. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലോഗിന് വേണ്ടിയുള്ള ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നേരെ നമ്മുടെ വ്യൂ ഫംഗ്ഷനിലെത്തുന്നു. യൂസേഴ്സിൻ്റെ ആപ്പിൽ views.pvക്കകത്ത് ലോഗിനുള്ള കോഡ് എഴുതുവാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളൊരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്താണ് ലോഗിൻ സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും എടുക്കുന്നു. ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ഡേറ്റാബേസിൽ എക്സിസ്റ്റിംഗ് ആണ്. പാസ്വേഡ് മേ ബി ഇൻ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട്, കാരണം നമ്മളും ബാക്ക് എൻഡ് നോക്കിയ സമയത്ത് നമ്മളും കണ്ടിരുന്നു ജാങ്കോയിലും ബാക്ക് എൻഡിൽ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. എപ്പോഴും DBയിൽ നമ്മൾ പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും പാസ്വേഡ് പോലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ജാങ്കോയിലും ചെയ്യുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ്. ട്രഡീഷണൽ, അതായത് ജാങ്കോയുടെ നമ്മുടെ ബിൽറ്റിൻ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്തും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് ആദ്യം യൂസർ നെയിം പാസ്വേഡും യൂസറിൻ്റെ നിന്ന് ഫെച്ച് ചെയ്തെടുക്കും. ഫെച്ച് ചെയ്തെടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡിലും വെച്ചിട്ട് അത് എക്സിസ്റ്റിംഗ് നമ്മുടെ DBയിൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്ത് യൂസർ നെയിം വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അയാൾ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഏത് URLിലേക്കാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ URLിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അപ്പോൾ ആ യൂസറിൻ്റെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സെക്ഷൻ നോക്കിയിരുന്നു. അതായത് നെക്സ്റ്റ് ടൈം അയാൾ നോക്കുമ്പോൾ അയാൾ ഓൾറെഡി അവിടെ ലോഗ്ഡ് ഇൻ ആണ്, അതവിടെ മാർക്കാവണം. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് ജാങ്കോ ഓതൻറ്റിക്കേഷൻ സ്കീമിൽ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ജാങ്കോ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലോഗിൻ ചെയ്യാൻ വേണ്ടി ബിൽറ്റിനായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാം. അതിനുവേണ്ടിയുള്ള മെത്തേഡുകൾ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ലോഗിനും ലോഗ് ഔട്ടിനും വേണ്ടിയുണ്ട്. രണ്ടും ഞാൻ ഇമ്പോർട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. വ്യൂസിനകത്ത് അതായത് യൂസേഴ്സിൻ്റെ വ്യൂസിനകത്ത് ഞാൻ ലോഗിന് വേണ്ടിയുള്ള ഫംഗ്ഷൻ എഴുതുവാണ്. ഓക്കെ, ഈ കേസിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം യൂസർ വരുന്ന സമയത്ത് ഇവിടെ request.post ആവശ്യമില്ല, നമ്മൾ വെറുതെ റെൻഡർ ചെയ്താൽ മതി. അതിന് വേണ്ടി ഞാൻ എഴുതുവാണ് റിട്ടേൺ റെൻഡർ ലോഗിൻ ഡേറ്റ് HTML. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു യൂസർ ലോഗിൻ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ടെംപ്ലേറ്റ് ഒന്ന് റെൻഡർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടെംപ്ലേറ്റ് സേവ് ചെയ്തിരിക്കുന്നത് യൂസേഴ്സിനകത്ത് login.html അതിട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അതിനെ ലിങ്ക് ചെയ്യിക്കണം. അതിനുവേണ്ടി urls.py വന്നു. ഇവിടെ സൈനപ്പ് പോലെ തന്നെ നമ്മളൊരു ലോഗിന് വേണ്ടിയുള്ള ലിങ്ക് കൂടെ കൊടുക്കുന്നു. അതിന് ലോഗിൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തേക്കുന്നു. login/login എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നെയിം ലോഗിൻ ഇട്ടേക്കാം. ഓക്കെ, അതായത് യൂസർ വന്ന് /login/ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പേജിലേക്ക് പോവുക. അതായത് അതിന് വേണ്ടി ഞാൻ പിന്നെ ഫംഗ്ഷൻ വ്യൂസിനകത്ത് ലോഗിൻ എന്നാക്കി കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് ലോഗിൻ എന്ന് പറയുന്ന URL യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നമ്മൾ ലോഗിൻ പേജ് റീഡയറക്റ്റ് ചെയ്യാനുള്ള കോഡാണ് ഇട്ടേക്കുന്നത്.
അതിന് ശേഷം ഞാനിവിടെ സൈൻ അപ്പ് എന്ന് മാറ്റിയിട്ട് ലോഗിൻ ആക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു യൂസർ നെയിം പാസ്വേഡിൻ്റെ ലോഗിൻ പേജിൽ പോയി. ഇനി അടുത്തത് നമ്മൾ ഏതെങ്കിലും യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് ലോഗിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ആ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആ യൂസറിനെ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സാണ് പറയാൻ പോകുന്നത്. നമ്മൾ വ്യൂസ് ഫംഗ്ഷനിലെത്തുന്നു. ഇവിടെ കണ്ടീഷൻ, അതായത് request.post, നമ്മളെല്ലാത്തിലും ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെ. അതായത് യൂസർ ഫോം സബ്മിറ്റ് ചെയ്തതാണോ, ആണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും എടുക്കുന്നു. നമ്മൾ താഴെ നിന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ക്രിയേറ്റിനകത്ത് ഇതേ പരിപാടി തന്നെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, യൂസർ നെയിം എടുക്കുന്നു, പാസ്വേഡ് എടുക്കുന്നു. നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ യൂസർ നെയിം പാസ്വേഡും വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതായത് അതിൽ 3 സ്റ്റെപ്പാണ് ബേസിക്കലി ഒരു ഓതൻറ്റിക്കേഷൻ കേസുകളിൽ ഒരു ലോഗിൻ കാര്യങ്ങൾ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വരുന്ന request.formലെ വാല്യൂ ഫെച്ച് ചെയ്തെടുക്കുന്നു, യൂസർ നെയിമും പാസ്വേഡും എന്താണെന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ നെയിമും പാസ്വേഡും ഉള്ള യൂസർ എക്സിസ്റ്റിംഗ് ആണോ, അതായത് ഒരു ഓതൻറ്റിക്കേറ്റഡ് യൂസർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ജാങ്കോയിൽ യൂസ് ചെയ്യണം. ജാങ്കോ നമ്മുടെ ഈ മൊഡ്യൂൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ഓതൻറ്റിക്കേറ്റ്. അത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ഓതൻറ്റിക്കേറ്റ്. നമ്മൾ ഓതൻറ്റിക്കേറ്റ് മെത്തേഡിൽ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, യൂസർ നെയിമും പാസ്വേഡും ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓതൻറ്റിക്കേറ്റ് മെത്തേഡിൽ നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് യൂസർ നെയിം എന്താണ്, നമ്മളിപ്പോൾ ഫെച്ച് ചെയ്ത യൂസർ നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക, പാസ്വേഡ് എന്താണെന്ന് കൊടുക്കുക. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി ബിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ ആ യൂസർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ വേറെ ലോഗിനൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഉണ്ടെങ്കിൽ ആ യൂസർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മളവിടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം യൂസർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. നമുക്ക് ലോഗിൻ്റെ റീഡയറക്ഷൻ ഒന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒരു ഇഷ്യൂ ആയിട്ട് കാണിക്കും. ഞാൻ എറർ മെസ്സേജിനകത്ത് എഴുതുവാണ്, അതായത് നമ്മളിട്ട വേരിയബിൾ എറർ മെസ്സേജിനകത്ത് ഞാൻ ഇൻവാലിഡ് യൂസർ നെയിം എന്ന് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് കൊടുക്കുകയാണ്. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു, ചുമ്മാ അടിക്കുകയാണ്. ഓക്കെ, റിഫ്രഷ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ഓക്കെയാണ്. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസറിനെ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആളാണിത്. 1 3 6 7 8. ഓക്കെ, ഇപ്പോൾ ഇവിടെ എറർ വരുന്നില്ല, അതായത് ആ യൂസർ എക്സിസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് എറർ വരാഞ്ഞത്. നമുക്ക് നേരെ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ യൂസറിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുത്ത പോലെ. ഇനിയിപ്പം നമ്മൾ വേണ്ടത് യൂസർ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ സാധാരണ നമ്മുടെ ആപ്ലിക്കേഷനിൽ സംഭവിക്കുന്നത് എന്താണ്, ഒന്ന് ഈ പറയുന്നത് പോലെ യൂസറിൻ്റെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്ന സമയങ്ങളിൽ ആ യൂസർ ഓതൻറ്റിക്കേറ്റഡ്, അതായത് വേറെ ഏതെങ്കിലും പേജ് എടുക്കുമ്പോഴും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ യൂസറിനെ നമുക്ക് കിട്ടി, അതുകൊണ്ടാണ് നമ്മുടെ യൂസറിനെ അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത് അല്ലേ.
അതായത് യൂസറിനെ ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തെടുത്ത് വാല്യൂ വന്നിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ അവർ എറർ മെസ്സേജിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കലി ഒരു വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം നമ്മൾ പല പേജുകളിൽ ഇപ്പോൾ ലോഗിൻ വൺസേ നടക്കുന്നുള്ളെങ്കിലും ലോഗിൻ റിക്വയർഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം പല പേജുകളും പല സൈഡിലാണ് വരുന്നത് അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നു സെക്ഷൻ്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റി. സെക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു HTTP പ്രോട്ടോക്കോൾ ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ടാണ് ഈ പറയുന്ന ക്ലയൻറ്റ് ലോഗിൻ ചെയ്യുന്നത്. വൺസ് ലോഗിൻ ചെയ്ത ശേഷമാണെങ്കിലും ക്ലയൻറ്റ് നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ വേറൊരു ഫേസ്ബുക്കിലൊന്ന് ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈൽ പേജ് എടുക്കുമ്പോൾ നമ്മുടെ സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു സെക്ഷനിൽ ഓൾറെഡി ഇയാൾ ലോഗിൻ ചെയ്ത യൂസറാണെന്നൊക്കെ സ്റ്റോർ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്ത യൂസറിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ അത് ഇന്നതാണെന്നുള്ളത് നമുക്ക് സെർവറിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടി ബാക്കിയുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു ജാങ്കോയുടെ ഔത്ത് മോഡൽസിൽ തന്നെ ഓതൻറ്റിക്കേറ്റ് കഴിഞ്ഞ് നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ശരിക്കും അപ്പോഴാണ് ആക്ച്വലി യൂസറിൻ്റെ ലോഗിൻ സെനാരിയോ കംപ്ലീറ്റ് ആവുന്നത്. ഈ ലോഗിനകത്ത് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്നത് റിക്വസ്റ്റ് ഒബ്ജക്റ്റ്. കാരണം നമുക്ക് ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലായിരിക്കും അവരുടെ സെക്ഷൻ വാല്യൂ വരുന്നത്. പിന്നീട് യൂസർ ഒബ്ജക്റ്റ്. ഓക്കെ, ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ലോഗിൻ്റെ ഇതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു അതായത് ഇഫ് യൂസർ ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യൂസറിനെ ലോഗിനിലിടുന്നു. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ യൂസറിനെ ഏത് പേജിലേക്കാണോ യൂസർ നെക്സ്റ്റ് ലോഗിൻ ചെയ്ത് പോകേണ്ടത് അവിടേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ജാങ്കോ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, റീഡയറക്റ്റിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ ആ URL കൊടുക്കുന്ന പോലെ തന്നെ റിട്ടേൺ റീഡയറക്റ്റ്. ഇതിന് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഏത് പേജിലേക്കാണോ നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് പേജ്, അതായത് നമ്മളിവിടെ ഹോം പേജിൻ്റെ നമ്മൾ ആദ്യം മൂവീസ് ലിസ്റ്റ് ചെയ്യുന്ന പേജിലേക്കാണ് റീഡയറക്റ്റായി പോകേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ റിവേഴ്സ് URL, അതായത് ഈ ലിസ്റ്റിൻ്റെ ഏത് പേജാണോ അതിൻ്റെ HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമ്മുടെ വ്യൂസിനകത്ത് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ആ ലിസ്റ്റ് പേജിൻ്റെ HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ ആ പേജിലേക്ക് അപ്പോൾ റീഡയറക്റ്റ് ആവും. ഓക്കെ, അതായത് ലിസ്റ്റ് ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ആവുന്നു. ലിസ്റ്റ് ഫംഗ്ഷൻ അതായത് ആ പർട്ടിക്കുലർ URL ലിസ്റ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, ഇനി ഇതൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഞാൻ യൂസർ നെയിം അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, ലോഗിൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വന്നല്ലോ, എന്ത് പറ്റി? ഓക്കെ, ഇപ്പോൾ ഈ ഒരു എന്താണ് ഈ ഇഷ്യൂവിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓത്ത് പാക്കേജിലെ ഡിഫോൾട്ട് ഇമ്പോർട്ട് ഓത്ത് പാക്കേജിലെ ലോഗിൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അതേ പേരിൽ തന്നെ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോഗിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലോഗിൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ എക്സിസ്റ്റിംഗ് ലോഗിനിലെ മെത്തേഡാണ് ഇവിടെ പോയിൻ്റ് ആവുന്നത്. അതായത് എക്സിസ്റ്റിംഗ് HTTP റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ലോഗിൻ്റെ മെത്തേഡിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. ഇപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ എഴുതണ്ട, അതിന് പകരം നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ അതായത് ഇമ്പോർട്ട് ലോഗിൻ ആസ് ഓത്ത് ലോഗിൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, അതായത് ആ കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പാക്കേജിലും എക്സിസ്റ്റിങ്ങിലും രണ്ട് പേരും ഒരേപോലെ കിടപ്പുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണേൽ എഴുതി കൊടുക്കാം. അതായത് നമുക്ക് ഇപ്പോൾ രണ്ട് പേരിൽ ഒരേ മെത്തേഡ് തന്നെ രണ്ട് പോയിന്റിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് ലോഗിനാണ്, അതുപോലെ ഓത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ലോഗിനാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേറൊരു പേരിൽ നമുക്ക് വേണേൽ വിളിക്കാം. അതിന് ലോഗിൻ ആസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ അതെല്ലാം പൈത്തണിൻ്റെ രീതികളാണ്.
പൈത്തണിൽ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഓത്ത് ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിവിടെ ഇമ്പോർട്ട് ഓത്ത് ചെയ്തിട്ട് ഓത്ത് ഡോട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്കിതിനെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഒബ്ജക്റ്റും നമ്മുടെ യൂസറും ആണ്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തു, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുകയാണ്. ലോഗിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് പേജിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇത് അതായത് ഇപ്പോൾ നമുക്ക് ലിസ്റ്റിൽ ഏതാണോ പേജ് അതിലേക്ക് പോയി. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ കൊടുക്കുവാണ്. എന്തായാലും ഒരു തെറ്റായ കാരണം ലോഗിൻ ചെയ്തു ഉണ്ടോ, ഇവിടെ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞു. 3 4 5 6 7 8. ഓക്കെ, ലോഗിൻ ചെയ്യുന്നു. അടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂസറിനെ ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്യാനും ഒരു മെത്തേഡ് ഉണ്ട്. ലോഗൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്തു, കുറേ കഴിയുമ്പോൾ അയാൾ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെക്ഷൻസിൽ നിന്ന് ആ യൂസറിൻ്റെ ആ ലോഗിൻ സെക്ഷൻ ക്ലിയർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ടൈം അയാൾ വീണ്ടും കയറണേ ലോഗിൻ ചെയ്യേണ്ടി വരും. ലോഗിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അതിനു വേണ്ടി നമുക്കൊരു മെത്തേഡ് ഇതുമാണ് ലോഗൗട്ട്. ഓക്കെ, ലോഗൗട്ട് ചെയ്യാനും ഓത്തിൽ തന്നെ മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ലോഗൗട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ലോഗൗട്ട് യൂസർ. ഓക്കെ, ലോഗൗട്ടിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓത്ത് ലോഗൗട്ട് എന്നൊന്ന് മാറ്റിയേക്കുവാണ്. ലോഗൗട്ട് എന്നുള്ളത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഓത്ത് ലോഗൗട്ട് എന്നൊന്ന് കൊടുത്തു. ഓക്കെ, ലോഗൗട്ടിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് മാത്രം പാസ് ചെയ്താൽ മതി. കാരണം റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ലോഗൗട്ടിന് നമുക്ക് വേണ്ട ഏതാണോ, അതായത് ഇതിൽ ചെയ്യുന്നത് ഓതൻറ്റിക്കേറ്റഡ് യൂസർ ഐ ഡി ഏതാണോ ആ റിക്വസ്റ്റിൽ നിന്ന് അതിൽ നിന്ന് സെക്ഷൻ ഡേറ്റയെല്ലാം ഫ്ലഷ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലോഗൗട്ടിൻ്റെ. ഇതിൻ്റെ ഇത് നോക്കിയാൽ റിമൂവ് ദ ഓതൻറ്റിക്കേറ്റഡ് യൂസർ ഐ ഡീസ് ഫ്രം ദ റിക്വസ്റ്റ്. അതായത് ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ ഒബ്ജക്റ്റും റിക്വസ്റ്റും കൂടിയാണ് കൊടുക്കുന്നത്. കാരണം ആ യൂസർ ഒബ്ജക്റ്റിൽ നിന്ന് റിക്വസ്റ്റ് നമ്മൾ നേരത്തെ സെക്ഷൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആ യൂസർ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡേറ്റ നമ്മുടെ റിക്വസ്റ്റിൽ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ നമ്മൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ ഏത് യൂസറാണോ യൂസർ സെക്ഷൻ നമ്മുടെ സെക്ഷനിൽ ആണ് റിക്വസ്റ്റിൻ്റെ സെക്ഷൻ ഐ ഡി എടുക്കുന്നു. ആ സെക്ഷൻ ഐ ഡി ബേസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് റിമൂവ് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ആ റീഡയറക്റ്റ് ചെയ്യുക പേജിലേക്ക്. ഏത് പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗിൻ പേജിൻ്റെ URL നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നമ്മുടെ urls.py-ക്കകത്ത് ലോഗൗട്ടിനുള്ള ലിങ്ക് കൂടെ ഇടുന്നു. യൂസ് ഡോട്ട് ലോഗൗട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നെയിം ലോഗിൻ എന്നുള്ളത് ലോഗൗട്ട് എന്നാക്കി. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മുടെ മെനുവിലെത്തുന്നു. മെനു മാനേജറിൻ്റെ ടെംപ്ലേറ്റ്സിൽ menu.html ഞാൻ ലോഗൗട്ടിൻ്റെ മെനുവും കൂടെ ഇട്ട് വേണം. ഓക്കെ, ലോഗൗട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ലോഗൗട്ട്. ഓക്കെ, ഇനി റിഫ്രഷ് ചെയ്യുന്നു നമ്മുടെ. ഓക്കെ, ലോഗൗട്ടെ ക്ലിക്ക് ചെയ്യുന്നു ഉണ്ടോ. അപ്പോൾ അത് ലോഗിൻ പേജിലേക്ക് ലോഗൗട്ടായി. ഇതേ ലോഗൗട്ടായ ശേഷം ഞാൻ വീണ്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നമുക്കറിയാം. ഇപ്പം നമ്മൾ എന്നിട്ട് ലോഗൗട്ട് ചെയ്തു. ലോഗൗട്ട് ചെയ്തിട്ട് ഒരു യൂസർ ഇങ്ങനെ അടിക്കുകയാണ്. സാധാരണ ഗതിയിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ലിസ്റ്റല്ല, സോറി, നമ്മുടെ മൂവീസിൻ്റെ വേറെ ഏതെങ്കിലും ഡാറ്റ ലോഗൗട്ട് ചെയ്ത യൂസർ, പക്ഷേ ഇയാൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലോഗൗട്ടഡ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് കയറാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളത് അവിടെ ചെക്ക് ചെയ്തിട്ടില്ല. യൂസർ ലോഗിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക്
ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. നമ്മൾ പക്ഷേ നോർമൽ പ്രാക്ടിക്കലി നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലോഗൗട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ പിന്നെ നിങ്ങൾ ഇവിടുത്തെ URL മാറ്റി ഏതെടുത്താലും അവിടെ കയറരുത്. കാരണം ആ ലോഗിൻ പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കിലോ ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പ്രൊഫൈലിൻ്റെ URL ഇവിടെ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് പിന്നെ ആ URL നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് മാനേജ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ നമ്മൾ ഏതൊക്കെ ലോഗിൻ, അതായത് ഓതൻറ്റിക്കേറ്റഡ് യൂസർ റിക്വയർഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ ആ ഫങ്ഷൻസിൻ്റെ മുകളിൽ നമ്മളിവിടെ എന്ത് ചെയ്യും, ആ ഫങ്ഷൻ ലോഗ്ഡ് ഇൻ ആണെങ്കിൽ മാത്രമേ ആക്സസ് ആവൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഫങ്ഷൻസ് എഴുതേണ്ടതുണ്ടാവും. ഇപ്പം നോർമൽ കേസിലാണെങ്കിൽ, നിങ്ങൾ ട്രഡീഷണലി ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാതെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ സെക്ഷനകത്ത് യൂസർ ഡാറ്റ എക്സിസ്റ്റ് ആണോ എന്ന് നോക്കും. അതായത് ആദ്യം യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെക്ഷനിൽ ആ യൂസർ ഡാറ്റ സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം വേറെ ഏതെങ്കിലും ലോഗിൻ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ലോഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ആണ് കോൾ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെക്ക് ചെയ്യും യൂസർ ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ. ആണെങ്കിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ views.pyയിൽ നമ്മളെത്തുന്നു. അതായത് നമ്മുടെ മൂവീസിൽ ക്രിയേറ്റ് ചെയ്യണമല്ലോ, ലിസ്റ്റ് ചെയ്യണമല്ലോ, എഡിറ്റ് ചെയ്യണമല്ലോ ഒക്കെ ലോഗിൻ റിക്വയർഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു ഡെക്കറേറ്റർ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഡെക്കറേറ്റർ എന്തെന്നുള്ളത് നിങ്ങൾ പൈത്തണിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു ഫംഗ്ഷൻ്റെ ബിഹേവിയർ നമുക്ക് ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ഡെക്കറേറ്റർ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഓത്ത് യൂസ് ചെയ്യുന്ന അതേ മൊഡ്യൂളിലെത്തുന്നു. അതിനകത്ത് auth ഡെക്കറേറ്ററൈസിൽ നിന്ന് നമുക്ക് ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ ഡെക്കറേറ്റർ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, പൈത്തണിൽ നമുക്കറിയാം ഫംഗ്ഷൻ ഡെക്കറേറ്റേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ലിസ്റ്റിനകത്താണെങ്കിൽ ഞാൻ സിമ്പിൾ ഇട്ടിട്ട് ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ലോഗിൻ URL. ഓക്കെ, നമ്മൾ ലോഗിൻ URL എന്തായിരുന്നു, ലോഗിൻ / ആയിരുന്നു അല്ലേ, അതോടെ ഇട്ട് കൊടുക്കുന്നു. ഡെക്കറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ലോഗ്ഡ് ഇൻ ആണോ നോക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ലോഗിൻ URL കൊടുത്തിരിക്കുന്ന ലോഗിൻ URLിലേക്ക് റീഡയറക്റ്റ് ആവുന്നു. അതായത് യൂസറിനെ ലോഗിൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നു. ഇപ്പോൾ ഡെക്കറേറ്ററിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ന് ഞാൻ ബേസിക്കായിട്ട് പറയാം എന്താണെന്നുള്ളത്. നമുക്ക് ഡെക്കറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫംഗ്ഷൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഡെക്കറേറ്റർ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡെക്കറേറ്റർ, ഇപ്പോൾ ഒരു ലോഗിൻ റിക്വയർഡ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇതൊരു ഫംഗ്ഷനാണ്. ഈ ലോഗിൻ റിക്വയർഡ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പോകുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ ആയിരിക്കും ഈ ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പാസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ലോഗിൻ റിക്വയർഡിൽ കയറിയിട്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ലോഗിൻ റിക്വയർഡ് ഫംഗ്ഷനകത്തായിരിക്കും. ഈ ലോഗിൻ റിക്വയർഡ് ഫംഗ്ഷനകത്ത് ആദ്യം ചെക്ക് ചെയ്യും യൂസർ ലോഗ്ഡ് ഇൻ ആണോ. ലോഗ്ഡ് ഇൻ ആണെങ്കിൽ അവർ ഈ പറയുന്ന നമ്മൾ എന്താണോ പാസ് ചെയ്ത ഫംഗ്ഷൻ, ആ പാസ് ചെയ്ത ഫംഗ്ഷൻ നേരെ എക്സിക്യൂട്ട് ആവും. അവിടെ HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാനോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്താണോ അത് വർക്കാവും. അല്ലെങ്കിൽ അവർ ഈ ലോഗിൻ URLിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനുള്ള കോളായിരിക്കും നടക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി റിഫ്രഷ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്തപ്പോഴത്തേക്ക് അത് എന്ത് പറ്റി, ലോഗിനിലേക്ക് റീഡയറക്റ്റ് ആയി. കാരണം അവിടെ യൂസർ ലോഗിൻ എന്നല്ല, ഇവിടെ എത്തി റിഫ്രഷ് ചെയ്തു, ഇപ്പം പ്രശ്നമില്ല. ഓക്കെ, ലോഗൗട്ട് ചെയ്തു. ഞാൻ മേളിൽ ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ലിസ്റ്റല്ല ഓക്കെ വരില്ല, കാരണം അത് റീഡയറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെക്യൂറായി. ഇനി നമ്മൾ ആ ഡാറ്റ അവിടെ എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, യൂസർ ലോഗ്ഡ് ഇൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പം കുഴപ്പമില്ല. ഇനി ഞാൻ അഥവാ ഇത് ക്ലോസ് ചെയ്തു, എന്നിട്ട് ഞാൻ അടുത്ത പേജിൽ, കാരണം ഇപ്പം ഒന്നുമില്ല, ക്ലോസ് ചെയ്തു എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയുക, നമ്മൾ സെക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് ഈ സെക്ഷൻ ID എവിടെയുണ്ട്, ഈ സെക്ഷൻ ID യൂസ് ചെയ്ത് നമ്മുടെ ഡാറ്റ അവിടെ കിടപ്പുണ്ട്. അതേസമയം ലോഗൗട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ എപ്പോൾ എടുത്താലും അപ്പോൾ അവിടെ സെക്ഷൻ ID ഇല്ല. ഓക്കെ, നമ്മുടെ ആ സെക്ഷൻ IDയിൽ നമ്മുടെ ഡാറ്റ ഇല്ല, യൂസർ ഡാറ്റ ഇല്ല. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം.
ഓക്കെ, ഇനി നമുക്ക് ഏത് പേജ് വേണമല്ലോ, ഇപ്പോൾ ക്രിയേറ്റ് മൂവീസിൻ്റെ പേജിൽ ഏതൊക്കെ പേജിൽ നമുക്ക് ലോഗിൻ റിക്വയർഡ് ആണോ ആ പേജ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിടാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ ലോഗിൻ വേണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ യൂസർ ലോഗിൻ വേണമെങ്കിൽ അതല്ല നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ യൂസർ മാനേജ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ജാങ്കോയിൽ ബേസിക്കായിട്ട് യൂസർ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് നമ്മുടെ ജാങ്കോ contrib.auth.module യൂസർ മോഡൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ യൂസർ ആപ്പിനകത്ത് നമ്മുടെ വ്യൂ ഫംഗ്ഷനകത്ത് ഒരു സൈനപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയിരുന്നു. ഈ സൈനപ്പിനകത്ത് നമ്മളൊരു യൂസർ നെയിം പാസ്വേഡ് ഇൻപുട്ട് ചെയ്ത ശേഷം യൂസർ മോഡൽ, അതായത് ഓൾറെഡി ഉള്ള യൂസർ മോഡൽ ഇമ്പോർട്ട് ചെയ്തു. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞ് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ ഒരു ബേസിക് എക്സാമ്പിൾ എന്നുള്ള രീതി മാത്രമാണ് നേരിട്ട് ഇങ്ങനെ യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇതല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം യൂസർ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്പെസിഫിക് നീഡ് അനുസരിച്ച് യൂസറിൻ്റെ ഫീൽഡ്സും ഒക്കെ മാറ്റി കസ്റ്റം യൂസർ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഈ യൂസർ മോഡൽ ക്ലാസ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക, എന്താണ് അങ്ങനെ ചെയ്യേണ്ട നീഡ് എന്താണ്. മിക്കവാറും നമ്മുടെ പ്രാക്ടിക്കലി പല ആപ്ലിക്കേഷനും ചെയ്യുമ്പോൾ നമ്മൾ ഈ കസ്റ്റം യൂസർ മോഡലുകൾ ചെയ്യേണ്ട കണ്ടീഷൻസ് വരാം. അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ രണ്ടാമത് യൂസറിനെ ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് നമ്മൾ എഴുതിയത് യൂസറിൻ്റെ ലോഗിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഓതൻറ്റിക്കേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ലോഗിൻ, അതായത് auth.login എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് തന്നെ കിടക്കുന്ന ലോഗിൻ മെത്തേഡാണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ആ ലോഗിൻ മെത്തേഡിനകത്ത് നമ്മൾ യൂസറിനെ ലോഗിൻ ചെയ്യിക്കുന്നു. ലോഗിൻ ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു യൂസർ ഒബ്ജക്റ്റും നമ്മൾ പാസ് ചെയ്യുന്ന റിക്വസ്റ്റും യൂസറോടെയാണ്. റിക്വസ്റ്റിനകത്ത് ആ യൂസർ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ലോഗൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ആ യൂസർ റിലേറ്റഡ് ഡാറ്റാസ് എല്ലാം സെക്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ലോഗിൻ റിക്വയർഡ് ഡെക്കറേറ്ററിനെ പറ്റിയായിരുന്നു. ഓക്കെ, ഈ ലോഗിൻ റിക്വയർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് മാത്രം യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ, ആ പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ, ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ലോഗിൻ റിക്വയർഡ് എന്ന് ഇട്ടാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന യൂസർ ലോഗ്ഡ് ഇന്നിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പേജിലേക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. ഇതോടെ നമ്മുടെ ജാങ്കോയുടെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ സെക്ഷൻസ് എല്ലാം ഫിനിഷ് ചെയ്തേക്കാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് ജാങ്കോയുടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളല്ല ഇതിനകത്ത് കവർ ചെയ്തു. ഇപ്പം നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ എപ്പോഴും കവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്ന് വെച്ചാൽ അവിടെ ജാങ്കോ എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്രെയിം വർക്കിലുണ്ടാവും. നമ്മൾ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് യൂസ് ചെയ്യേണ്ടി വരാം. കാരണം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ പ്രൊജക്റ്റിലാണ്. ഇത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രെയിം വർക്കും കംപ്ലീറ്റ്ലി A to Z പഠിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ആ ഫ്രെയിം വർക്കിൻ്റെ ഏറ്റവും കോർ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. അതിനുശേഷം ഓരോ പ്രൊജക്റ്റിൽ നമുക്ക് റിക്വയർമെൻറ്റ് വരും. ചിലപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വാട്സപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ പല മെസ്സേജുകൾ, പല ഫയർ ബേസ്, അങ്ങനെ പല സർവീസുകൾ, നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്യുക, SMS യൂസ് ചെയ്യാം, മെയിലുകൾ, അങ്ങനെ പലതും നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ നീഡ് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു ഡെവലപ്പറും എല്ലാ മൊഡ്യൂൾസും എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം അറിഞ്ഞിട്ടാവില്ല ചെയ്യുന്നത്. അതിന് പകരം അവർ ചെയ്യുന്നത് വെച്ചാൽ ആ റിക്വയർമെൻറ്റ് വരുമ്പം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേപ്പബിൾ ആയിരിക്കണം ആ തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതിന് ഫർദർ ചെയ്യാൻ നിങ്ങളോട് ഉള്ളൊരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രൊജക്റ്റുകൾ മാക്സിമം നമ്മൾ കണ്ടെത്തുക, അതിൻ്റെ പോസിബിലിറ്റീസ് കണ്ടെത്തിയിട്ട് ചെയ്യാവുന്ന പ്രൊജക്റ്റുകൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രൊജക്റ്റുകൾ ചെയ്യുന്തോറും നമ്മൾ ജാങ്കോയിൽ കുറേ കൂടെ സ്ട്രോങ് ആകും. ജാങ്കോയെക്കാളും നമ്മൾ സ്ട്രോങ് ആവേണ്ട പൈത്തണിലാണ്. പൈത്തൺ ശരിക്കും നല്ല രീതിയിൽ അറിയാമെങ്കിൽ, കാരണം ഈ ഫ്രെയിം വർക്ക്സുകൾ എപ്പോഴും മാറും. അത് ഞാനിപ്പോൾ ഇതിനകത്താണെങ്കിലും കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു, ജാങ്കോ ഇപ്പം യൂസ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് അല്ല. ഓഫ് കോഴ്സ് ജാങ്കോയിൽ ടെംപ്ലേറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്.
ഇപ്പം നമ്മളൊരു മൊണോലിത്തിക് ആർക്കിടെക്ചറിൽ HTML എല്ലാം സെർവർ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് കോൺസെപ്റ്റിലാണ്. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു API ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു. ആ API റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് എൻഡിൽ നിൽക്കുന്ന നമ്മളുടെ സെർവർ എന്താണ് റിക്വസ്റ്റ് ചെയ്തത് അതിന് പകരം HTML അല്ല അയക്കുന്നത്. HTML പകരം JSON ഡേറ്റ നമ്മുടെ ക്ലയൻറ്റിന് അയക്കുന്നു. ക്ലയൻറ്റ് സൈഡിൽ റിയാക്ട് പോലുള്ള ലാംഗ്വേജുകൾ, റിയാക്ട് പോലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യുന്ന ഒരു ലാംഗ്വേജിൽ അവിടെയാണ് ഈ റെൻഡറൊക്കെ നടക്കുന്നത്. അവർ ആ JSON ഡേറ്റ ക്ലയൻറ്റ് എൻഡിലാണ് ചെയ്യുന്നത്. ക്ലയൻറ്റ് എൻഡിൽ തന്നെയാണ് അതിൻ്റെ UI ഒക്കെ ക്രിയേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ്, ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ജാങ്കോയുടെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ജാങ്കോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഇതിൻ്റെ ഒരു ബേസിക് എന്താണ് ഇതിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോർ കോൺസെപ്റ്റ് എന്താണ്, അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ജാങ്കോ ട്യൂട്ടോറിയലിനകത്ത് ചെയ്യുന്നതിൽ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പം ജാങ്കോയുടെ തന്നെ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്കിനി നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് റെസ്റ്റിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെല്ലാം കവർ ചെയ്യുന്നുണ്ടാവും. പൈത്തണിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കണം ഒരാൾക്ക്, പൈത്തണിൽ നല്ല ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ആണെങ്കിലും ജാങ്കോ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടത് ആ ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതും ആ ഫ്രെയിംവർക്കിൻ്റെ കാര്യങ്ങൾ ആർക്കിടെക്ചർ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഈ പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന, ഇപ്പം ഞാനിവിടെ ഡെക്കറേറ്റർ പറഞ്ഞു ഇന്ന് പറഞ്ഞ സമയത്ത്, ഈ ഡെക്കറേറ്റർ എന്ന് പറഞ്ഞാൽ പൈത്തണിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് ഡെക്കറേറ്റർ എന്താണെന്ന് അറിയാമെങ്കിൽ ആണ് നമുക്ക് കുറച്ചുകൂടെ ആ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം പൈത്തണിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻസുകളിലായിട്ട് നമ്മൾ ജാങ്കോയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു e-commerce പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രെയിംവർക്കിന് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ, കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അപ്പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരിക്കലും നമുക്കൊരു ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നതാവില്ല. പക്ഷേ അതിനു മുമ്പ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുക, കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഏത് ലാംഗ്വേജിൽ ഏത് ട്യൂട്ടോറിയലാണെങ്കിലും സ്ട്രോങ് ആവുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻസുകളിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ആയിരിക്കും പോകുന്നത്, ജാങ്കോയുടെ പ്രൊജക്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.